ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഇപ്പൊ മദ്രസയുടെ വിഷയം പറഞ്ഞല്ലോ. മദ്രസകൾ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന്. എന്ത് അപകടകരമായ അവസ്ഥയാണ്? രാജ്യത്ത് ഏറ്റവും വലിയ സംഭാവന നൽകിയത് തമിഴ്നാട്ടുകാരനായ രാമേശ്വരത്തുകാരനായ അബുൽ ബക്കീർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാമിനെ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി, രാഷ്ട്രപതിയായി, ഏറ്റവും വലിയ ഉന്നതമായ ഈ രാജ്യത്തിന്റെ വ്യക്തിത്വമായി ഈ രാജ്യത്ത് ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ വേണ്ടി അബ്ദുൽ കലാമിനെ ഈ രാജ്യത്ത് സമ്മാനിച്ചത് മദ്രസയാണ്. ഏറ്റവും ഇങ്ങേ അറ്റത്തൊരു ഉദാഹരണം പറയാം. അർജുൻ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി ഗംഗാവരിപ്പുഴയുടെ താഴ്ഭാഗത്ത് വറങ്ങലിച്ച് കിടക്കുന്ന ആ അർജുനന്റെ അവസാനത്തെ അസ്ഥി കഷണത്തിന് വേണ്ടിയിട്ട് നീണ്ട 72 ദിവസത്തോളം ഒരു കാവൽ നായയെ പോലെ വെള്ളത്തിന്റെ മുകളിൽ കാത്തുനിന്ന മനാഫിനെ ആ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത് മദ്രസയായിരുന്നു എന്ന് മനാഫ് പറഞ്ഞതാണ്. ഞാൻ എന്റെ വാക്കല്ല, മനാഫ് പറഞ്ഞതാണ്. മദ്രസയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, മദ്രസയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്തെന്നറിയോ? ADM ആത്മഹത്യ ചെയ്തു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. മദ്രസയിൽ പഠിക്കുന്ന, കൃത്യമായി പഠിക്കേണ്ട വിധം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വന്നാൽ ആത്മഹത്യ ചെയ്യില്ല. അതിന്റെ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി മദ്രസയിൽ പഠിക്കുന്ന ഒരാൾക്ക് അറിയാൻ കഴിയും. ആ ADMന്റെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീ മദ്രസയിൽ പഠിച്ചവളായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു മരണത്തിന്റെ ഉത്തരവാദിയാകില്ലായിരുന്നു. കാരണം പരസ്യമായിട്ട് ഒരാൾ അവഹേളിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരിക്കലും അത് ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. ശക്തമായി താക്കീത് കൊടുക്കുകയാണ്. ഈ രാജ്യത്ത് മദ്രസ കൊണ്ട് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സമുദായത്തിലുള്ള പ്രിയങ്കരായ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഞങ്ങളുടെ മദ്രസയിലെ കുട്ടികൾ രാവിലെ ആയുധമേന്തിയിട്ടാണ് പോകുന്നത്. മദ്രസയിൽ ആയുധമേന്തിയിട്ടാ പോകുന്നത്. ആ ആയുധം ഖുർആൻ ആദ്യം പറഞ്ഞ ആയുധമാണ്. ആ ആയുധത്തിന്റെ പേര് അല്ലമ ബിൽ ഖലം, പേന എന്ന ആയുധമാണ്. ആ പേന എന്ന ആയുധമേന്തിയിട്ടാണ് മദ്രസയിലെ കുട്ടികൾ പോകുന്നത്. പേനയാണ് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത്. കരവാള വിറ്റൊരു പൊൻവീണയെ വാങ്ങി ഞാനെന്ന് കവി പറയുന്നുണ്ട്. കരവാള ഏതാണെന്ന് നമുക്കറിയാം. പൊൻവീണ അത് തൂലികയാണ്. ലോകത്തെ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് തൂലികയ്ക്കാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പേന എന്ന ആയുധത്തെ അള്ളാഹു ആദ്യം പരിചയപ്പെടുത്തി. ആയുധമേന്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, കുരുന്നു മക്കൾ, പ്രഭാത സൂര്യൻ പൊട്ടിവിടരുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ അരുണ കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ വിശുദ്ധ ഖുർആനും ഫിഖ്ഹും ദീനിയാത്തും അതിന്റെ കൂട്ടത്തിൽ ഒരു ഗ്രന്ഥമുണ്ട്. പേര് അഖ്ലാഖ് എന്നാണ്. സ്വഭാവ സംസ്കരണമാണ്. അത് വാങ്ങി എപ്പോഴെങ്കിലും മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നത് ഇതാണ് എന്നൊരു ബോധം ആദ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. ആ അഖ്ലാഖ് വാങ്ങിയിട്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കണം, ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ അധ്യായം അയൽവാസികൾ അതില് മുസ്ലിമാകണമെന്ന കാര്യം പറയുന്നില്ല. അയൽവാസി എന്ന് പറയുന്ന ആള് 40 വീടിന്റെ ചുറ്റളവിലുള്ള ഒരു വീട്ടുകാരൻ ആ പട്ടിണി കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ചിട്ട് ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ യഥാർത്ഥ മുസ്ലിമല്ല എന്ന് പഠിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. 10 ഹജ്ജ് ചെയ്തു. 7 ലക്ഷം രൂപ വെച്ചിട്ട് 10 ഹജ്ജിനൊന്ന് കൂട്ടി നോക്ക്. 70 ലക്ഷം രൂപ മുടക്കിയിട്ട് 1 കോടിയോളം രൂപ മുടക്കിയിട്ട് 10 കൊല്ലം ഹജ്ജ് ചെയ്തു. ഒരു ഉംറയ്ക്ക് പോകുന്നതിന് 85-90 രൂപയാണ്. അങ്ങനെ അയാൾ 19 ഉംറ ചെയ്തു. ആ ഹാജി നാട്ടിൽ അറിയപ്പെട്ട ഹാജി, അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു പ്രമാണി. അദ്ദേഹം പള്ളിയുടെ പ്രസിഡന്റ് ആകാം, സെക്രട്ടറി ആകാം, ഖാദി ആകാം, ഉസ്താദാകാം, മുദരിസ് ആകാം, ആരോ ആകട്ടെ. അയാള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അയാളും അയാളുടെ മക്കളും. തൊട്ടപ്പുറത്തൊരു ഹിന്ദുവിന്റെ വീട് പട്ടിണിയാണ്. തൊട്ടപ്പുറത്തൊരു ക്രിസ്ത്യാനിയുടെ വീട് പട്ടിണിയാണ്.
അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ വീട് നിരീശ്വരവാദിയായ യുക്തിവാദിയായ ഒരു മനുഷ്യന്റെ വീട് പട്ടിണിയാണ്. അള്ളാനെ തെറിവിളിക്കുന്ന അഷ്റഫുൽ ഖൽക്കിനെ ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യന്റെ വീട് പട്ടിണിയാണെന്നറിഞ്ഞിട്ട് ഈ 10 ഹജ്ജും 50 ഉംറയും ചെയ്ത ഒരു സഹോദരൻ പള്ളി പ്രസിഡന്റോ പള്ളി ഇമാമോ പള്ളി മുദരിസോ പള്ളി ഖാലിയോ പള്ളി സെക്രട്ടറിയോ പള്ളിയുടെ മുത്തവല്ലിയോ ആരും ആകട്ടെ, അയാൾ വയറ് നിറച്ച് വൃഷ്ടാന ഭോജനം നടത്തിയാൽ വലൈസ മിന്നാ, എന്നിൽപ്പെട്ടവനല്ല, അവന്റെ 10 ഹജ്ജ് കൊണ്ട് കാര്യമില്ല എന്ന് പഠിപ്പിച്ചത് അയൽവാസിയോടുള്ള കടമകൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, എന്റെ അടുക്കൽ അയൽവാസിയോടുള്ള കടമകൾ ജിബ്രീൽ പറഞ്ഞ് ഞാൻ അവസാനം ചിന്തിച്ചു പോയി, ഞാൻ മരിച്ചാൽ എന്റെ അനന്തരാവകാശം എന്റെ മക്കൾ വീതിച്ചെടുക്കും പോലെ അതിൽ ഒരു ഓഹരി എന്റെ അയൽക്കാർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ സംശയിക്കത്തക്കവണ്ണം ജിബ്രീൽ എന്നെ അയൽവാസികളോടുള്ള മര്യാദ പഠിപ്പിച്ചു എന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഭാവ സംസ്കരണം. ഒരാളെയും ആക്രമിക്കാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല മദ്രസകൾ. അള്ളാഹു ആ മദ്രസകൾ നല്ല നിലയില് എനിക്കിപ്പോ രസകരമായി തോന്നിയ ഒരു സംഭവം എന്താണെന്നറിയോ? യു പിയിലെ മദ്രസകളിലെല്ലാം, ഉത്തർപ്രദേശിലെ മദ്രസകളൊക്കെ, ആ യു പിയിലെ മദ്രസകളിലെല്ലാം ദേശീയ പതാക നാട്ടണം, ദേശീയ പതാക ഉയർത്തണം എന്ന് യു പി മുഖ്യമന്ത്രി പറഞ്ഞു. യു പി മുഖ്യമന്ത്രിയുടെ ന്യായമായിട്ടും ഇതാരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ പഠിപ്പിച്ചത് ദേശീയ പതാക ഉയർത്തണമെന്ന് തന്നെയാണ്, ഉയർത്തുന്നുണ്ട്. തങ്ങൾ എവിടെ ഉയർത്താറില്ലേ? ഉയർത്തുന്നുണ്ട്. എല്ലാ പള്ളികളിലും മദ്രസകളിലും ഉയർത്തുന്നുണ്ട് ദേശീയ പതാക. അപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കുറിച്ചിട്ട് FB-യില്, എനിക്ക് പിന്നെ അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടല്ലോ. കാരണം അത് പലരും പറഞ്ഞു അത് ശരിയല്ല, ഞാൻ പറഞ്ഞു അതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോ ഞാൻ ഒരൊറ്റ വരി കുറിപ്പെഴുതിയിട്ടു, ബുൾഡോസറിന്റെ കയ്യിരിക്കുന്ന മദ്രസകൾ ആദ്യം നിലത്തു വെക്ക്, അപ്പൊ അതിന്റെ മുന്നിൽ കൊടി ഉയർത്താം. കാരണം മദ്രസകളെല്ലാം ഉത്തർപ്രദേശിൽ JCB-യുടെ മണ്ടല ഇപ്പോഴും ഇരിക്കുന്നത്, ബുൾഡോസറിന്റെ മുകളിലാണ്. എല്ലാം ഇങ്ങനെ ഉയർത്തി വെച്ചോണ്ടിരിക്കാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ മദ്രസകളോടുള്ള ഇവരുടെ സമീപനം. ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ, എത്രയോ മക്കള് ഹിന്ദു പെൺകുട്ടികൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെന്നറിയോ? അവർ നന്നായിട്ട് അറബി പഠിക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ നാടൊക്കെ മുഴുവനും ഓടി നടക്കുന്നത് കൊണ്ട് എല്ലാ നാടിന്റെ സ്പന്ദനങ്ങളും അറിയുന്നത് കൊണ്ട് പറയാൻ, ചിലപ്പോൾ പനൂരോ ചാത്തനാംകുളത്തോ ഒന്നും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ പല സ്ഥലങ്ങളിലും മദ്രസയിൽ പഠിക്കുന്ന അമുസ്ലിം സഹോദരിമാര്, കുട്ടികൾ, പെൺകുട്ടികൾ, അതുപോലെ തന്നെ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേൾക്കണേ. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, എല്ലാ മനുഷ്യരെയും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആരും വിശ്വസിക്കണ്ട. ഇന്ന് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതുന്ന ആളുകളുണ്ട്. മദർ തെരേസ സ്വർഗത്തിലാണെന്ന് പറയുന്നവരുണ്ട്. രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വർഗത്തിലാണെന്ന് പറയുന്നവരുണ്ട്. ആര് സ്വർഗത്തിൽ പോകുമെന്ന് നമ്മളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ സ്വർഗത്തിൽ പോകുന്നതുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അഷ്റഫുൽ ഖൽക്കിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിക്കുന്ന സഹാബികളോട് 7 ആകാശങ്ങളുടെ മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ സന്ദേശം വരാറ് ഒരക്ഷരം പോലും ഉരിയാടാത്ത മഹാനായ ശാരിയെ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പോലും പറഞ്ഞിട്ടില്ല ആര് സ്വർഗത്തിലാണ്. അള്ളാഹ് പറയാത്ത ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സ്വർഗം കൊടുക്കാൻ നബി തങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് സർവ്വ ആളുകളെയും കൊണ്ടുപോകുമെന്നുള്ള ധാരണ മാറ്റി വെക്കണം. അല്ലാഹ് പറയുന്നു ചില ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ലാക്കിന് പക്ഷേ അല്ലദീന തഖവ റബ്ബഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ, ആ ഭക്തിയുള്ള ഖുശൂഉള്ള ഖുളൂഉള്ള പടച്ചവനെ പേടിയുള്ള ആളുകൾ, അവരെ അല്ലാഹു തആല നാളെ കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ മനോഹരമായ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹ് പറയുന്നു ഖാലിദീന ഫീഹാ, അവരെ ഒരിക്കൽ പോലും അവിടെ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരില്ല. എന്താണോ കൊതിക്കുന്നത് അതെല്ലാം പടച്ചവനെ മുന്നിലെത്തിച്ചു കൊടുക്കുകയാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പടച്ചവനെ മുന്നിലെത്തിച്ചു കൊടുക്കുകയാ. എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അല്ലാഹ് കൊടുക്കുമ്പോ ഒരു ദിവസം അല്ലാഹു ഹാജരാവുകയാ. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്?
ആ സമയത്താണ് സ്വർഗവാസികൾ പടച്ചവനോട് പറയുന്നത്, സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവനും തസ്നീമാണ്, സൽസബീലാണ്. നമ്മുടെ ചിന്തകൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പമുള്ള ഭക്ഷണമാണ്, മനോഹരമായ രുചിക്കൂട്ടുകളുള്ള വർണ്ണനിറങ്ങളുള്ള ഭക്ഷണമാണ്, കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളാ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അള്ളാഹു ഇതെല്ലാം നമുക്കങ്ങ് തന്നതിന് ശേഷം അല്ല ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന വാക്കെന്തെന്നറിയോ? ഇനി എന്താ പടച്ചവനെ നമുക്ക് വേണ്ടത്? എല്ലാം കിട്ടിയല്ലോ, സർവ്വതും ഞങ്ങൾക്ക് കിട്ടിയല്ലോ. അല്ല വീണ്ടും ചോദിക്കുന്നു, ഇനി നിങ്ങൾക്കൊന്നും വേണ്ടേ? വേണ്ട പടച്ചവനെ, എന്താ ഇനി തരാനുള്ളത്? അത് പറ. ആ സമയത്താണ് ഫയുക്ഷഫുൽ ഹിജാബ്, അതാ മറയങ്ങ് മാറ്റുകയാ. ആ മറ അല്ലാഹു നമ്മുടെയും പടച്ചവന്റെയും ഇടയിലുള്ള മറയങ്ങ് മാറ്റുമ്പോ, ആ കർട്ടനങ്ങ് ഉയർത്തുമ്പോ, ആ തിരശീലയങ്ങ് മാറ്റുമ്പോ ഫഇദർ റബ്ബു, പടച്ചവനെ നമുക്ക് കാണാം. 14 രാവിന്റെ പൗർണമിയെ പോലെ പടച്ചവനെ നമുക്ക് നാളെ കാണാൻ കഴിയും. ഏതൊരു റബ്ബിന് വേണ്ടിയാണ് പെങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചത്? ഏതൊരു പടച്ചവന്റെ മുന്നിലാ നീ ഓച്ചാനിച്ചു നിന്നത്? ഏതൊരു തമ്പുരാന് വേണ്ടിയിട്ടാണ് നീ പട്ടിണി കിടന്നത്? ഏതൊരു തമ്പുരാന് വേണ്ടിയാണ് നീ സദക്കകൾ കൊടുത്തത്, സൽക്കർമ്മങ്ങൾ ചെയ്തത്? ഏതൊരു പടച്ചവന്റെ പേരിലാണ് നീ തീവ്രവാദി എന്ന പേര് കേട്ടത്? ആ സന്ദർഭത്തിൽ പടച്ചവനെ അങ്ങ് കാണാനുള്ള ഭാഗ്യമല്ല തരുമ്പോ ആ പടച്ചവനെ നേരിട്ട് നമ്മൾ കാണുകയാണ്. 14 രാവിന്റെ പൗർണമി നിലാവുള്ള രാത്രിയില് ഹിലാല് വലുതായി ബദറായി, ബദർ വലുതായ കമറാകുമ്പോ ആ കമറെന്ന ഉറട്ടിയുടെ വലിപ്പമുള്ള പൂർണ്ണ ചന്ദ്രൻ നമ്മൾ അങ്ങ് കാണുന്നത് എങ്ങനെയാണ്? ചാപ്പിനാങ്കുളത്ത് നിന്നാലും കാണാ, ചമ്മനത്തോപ്പിൽ നിന്നാലും കാണാ, ചാത്തന്നൂര് നിന്നാലും കാണാ, എവിടെ നിന്നാലും നമുക്ക് 14 രാവിന്റെ പൗർണമിയെ കാണാ. ആ പൗർണമിയെ നമ്മൾ എങ്ങനാണോ തിക്കും തിരക്കുമില്ലാതെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത്, അതേപോലെ നാളെ പടച്ചവനെ കാണാൻ പറ്റുമെന്ന് ആരംഭപ്പൂവേ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, അതുവരെ അല്ലാഹു തആല കൊടുത്തതിന്റെ പേരെന്താണ്? അത് അല്ല തന്നെ പറയട്ടെ, ഖാലിദീന ഫീഹാ. അതുവരെ കൊടുത്ത സകല സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളുടെ പർദീസയും നുസുലം മിൻ ഇൻദില്ലാഹ്, പടച്ചവന്റെ ഒരു സൽക്കാരം മാത്രമാണ്, അല്ലാഹുവിന്റെ ഒരു സൽക്കാരം മാത്രമാണ്. കല്യാണം വിളിച്ചു, വീട്ടിൽ വന്നിട്ട് ഭാര്യയും കുടുംബവും കുടുംബസമേതം കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയും മക്കളും നമ്മളുമായി നേരെ കല്യാണത്തിന് പോയി. കല്യാണത്തിന് അങ്ങോട്ട് കയറുമ്പോ തന്നെ ഇടതുഭാഗത്ത് കോഫി, ഇഷ്ടംപോലെ ചായ, അതിന് ഐറ്റംസ്, സ്നാക്സ്, എന്തെല്ലാം ഏതൊക്കെ ആഗ്രഹിക്കും അതെല്ലാം ഉണ്ട്. ഓരോ പണക്കാരന്റെയും പണക്കൊഴുപ്പ് കാണിക്കാൻ പറ്റുന്ന എല്ലാ കോലത്തിലും അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. എത്രയോ ഐറ്റം ചായ. അത് കഴിഞ്ഞ് വലതുഭാഗത്തേക്ക് പോകുമ്പോൾ ജ്യൂസിന്റെ ഒരു ഐറ്റമാണ്. ഏതൊക്കെ ദുനിയാവിൽ കിട്ടാൻ പറ്റുന്ന എല്ലാ ഫ്രൂട്ട്സിന്റെയും ജ്യൂസ്, അതും കുടിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് പിന്നെ പറയണ്ട, കാളകൾ തിന്നുന്നത് പോലെ. അങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ കല്യാണത്തിൽ അധികവും കാളകൾ തിന്നും പോലെ. ബൊഫെ അല്ല, എന്തു വേണോ നമുക്ക് കൊടുക്കാം. പണത്തിന്റെ കൊഴുപ്പനുസരിച്ച് ആരെ വേണോ സൽക്കരിക്കാം. ഒട്ടകത്തിനെ അറുക്കാം. അല്ല ഹലാലാക്കിയിരുന്നെങ്കിൽ ആനയെ അറുക്കാൻ കുഴപ്പമൊന്നുമില്ല, ഹലാലാക്കിയിരുന്നെങ്കിൽ. പക്ഷെ എല്ലാ നിലയിലുമുള്ള മട്ടനും ചിക്കനും ബീഫും ഒട്ടകവും കാടക്കോഴിയും ഒക്കെ സംവിധാനിച്ചു. ഇരുന്ന് കഴിക്കാനുള്ള 2 കസേരയും കൂടി ഇട്ട് കൊടുക്കാൻ നമുക്ക് അതിനോടൊരു മനസ്സ് വേണ്ടേ? കോടീശ്വരിയായ സിനിമാ നടി വരും, പക്ഷേ 250 രൂപ കൊടുത്തൊരു ബ്ലൗസ് അടിക്കാനുള്ള തുണി വാങ്ങാൻ അവളെ കയ്യിൽ കാശുണ്ടാവൂല. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ വന്ന് സൽക്കാരത്തിന് വേറി ഭക്ഷണം കഴിച്ചു, ബിരിയാണി കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു, മന്തി കഴിച്ചു, ഒക്കെ കഴിച്ചു. എല്ലാം കഴിച്ച് പുറകുവശത്ത് കൈ കഴുകിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ വീണ്ടും ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഐസ്ക്രീം, ഇതെല്ലാം അവിടെ സംവിധാനിച്ച് നമ്മൾ പോകാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കല്യാണം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം നമ്മൾ ഇതുവരെ കണ്ടോ? എന്തായിരുന്നു ലക്ഷ്യം? കല്യാണത്തിൽ വന്ന് തിന്നാനല്ലല്ലോ. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ? എന്താ നിക്കാഹ്. നിക്കാഹിന് കൂടിയില്ല. ഇനി പോട്ടെ, നിക്കാഹ് എന്നോ കഴിഞ്ഞതാണ്. പുതിയ പെണ്ണിന്റെയോ പുതിയ ആപ്പളയുടെയോ നവവരന്റെയോ നവവധുവിന്റെയോ ആ ഒരു സ്ത്രീകള് പെൺകുട്ടിയോട് അല്ലെങ്കിൽ പുരുഷന്മാര് പുതിയ ആപ്പളയുടെ കൈ പിടിച്ചിട്ട് ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനക്കുമാ ഫീ ഖൈർ, കല്യാണത്തിന് പോകുന്നു.
എന്നിട്ട് കഴിക്കുന്നു, വാരി തിന്നുന്നു, തിരിച്ചു വരുന്നു. മര്യാദ ഉണ്ടാകണം നമുക്ക്. പുതിയാപ്പളുടെ കൈ പിടിച്ചിട്ട് പുരുഷന്മാര് ബാറക്കല്ലാ, അള്ളങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അപ്പോഴാണ് കല്യാണത്തിന്റെ ലക്ഷ്യം പൂർത്തിയാവുക. പുതിയ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് പുതിയ പെണ്ണിനെ കാണാൻ വേണ്ടി വന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ ബാറക്കില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആര് പറയുന്നു? മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ മരിച്ചത്, ജീവിച്ചിരിക്കുന്ന എങ്ങനെയാ നിന്ന് വരെ ചോദിച്ചിട്ടില്ല. ആഹാരം ഉണ്ടായിരുന്നോ, വെള്ളം ഉണ്ടായിരുന്നോ, എങ്ങനെയാണ് മരുന്നൊക്കെ കറക്റ്റ് കിട്ടിയിരുന്നോ, ഇതൊന്നും ആർക്കും അറിയണ്ട. ചോദിക്കേണ്ടത് എങ്ങനെ മരിച്ചു. പോട്ടെ, മരണത്തിന്റെ കാരണമൊക്കെ പറഞ്ഞു. ഇന്നലെ രാത്രി കിടന്നതാണ്, നേരം വെളുത്ത് എഴുന്നേറ്റില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി വണ്ടി ഇടിച്ചു മരിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് മരണ വീട്ടിൽ പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് അഅലമല്ലാഹു അജ്റക വഹസന അസാഅക വഗഫറ ലിമയ്യിതിക എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ഇരിക്കുന്നവരിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? മരണത്തിന് പോയോ? ഓ പോയി. അതിന്റെ ലക്ഷ്യം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. പോട്ടെ, മരണം നമ്മുടെ വിഷയമല്ല. കല്യാണത്തിന്റെ ഭക്ഷണം കഴിച്ച്, കല്യാണത്തിന്റെ ജ്യൂസ് കുടിച്ച്, ഐസ്ക്രീം കുടിച്ച്, ചായ കുടിച്ച്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതിന്റെ പേര് സൽക്കാരം. ഇതിന്റെ പേര് സൽക്കാരം. നിക്കാഹിൽ പങ്കെടുക്കൽ ലക്ഷ്യം അല്ലേ? എന്നാ നിങ്ങൾ കേട്ടോ, സ്വർഗത്തിൽ കള്ളാറ്, പാലാറ്, തേനാറ്. വിവരം കെട്ടവര് പലതും പറയും, അതൊന്നും നമ്മൾ വിഷയാക്കണ്ട. വിവരം കെട്ടവരെന്തോ പറഞ്ഞോട്ടെ. ഒരുപാട് മോശപ്പെട്ട കാലത്തിലാണ് നമ്മളുള്ളത്. ഇന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വാർത്ത, പാവം, ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു മഴതനി, ഒരു പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചു. തന്റെ യൗവനം മുഴുവനും കാരിരുമ്പഴികൾക്കുള്ളിൽ അദ്ദേഹം അർപ്പിച്ചു. ആ നിലയിൽ പീഡന പർവങ്ങൾ ഏറ്റുവാങ്ങി ഒരു വലിയ ആജാനബാഹുവായിരുന്ന ആ മനുഷ്യൻ ഇന്ന് ശോഷിച്ച് ഒരു അസ്ഥിപഞ്ചരമായി തിരിച്ചെത്തിയപ്പോൾ വീണ്ടും പിടാതെ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് കേരളത്തിൽ തീവ്രവാദം വളർത്തിയതെന്ന് പറയുന്നു. അദ്ദേഹം തീവ്രവാദം, ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, അദ്ദേഹം തീവ്രവാദം എങ്ങനെയാണ് വളർത്തുക? അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യ വിഭാഗത്തിന്റെ, ദളിത് വിഭാഗത്തിന്റെ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആ വിഷമങ്ങൾ, അവരുടെ അനുഭവങ്ങൾ ഉറക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു എന്നൊരു തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതൊരു തെറ്റാണ് എന്ന് ലോകത്താരും പറയുകയുമില്ല. പക്ഷേ അദ്ദേഹം അത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ കലാപങ്ങളെയും അദ്ദേഹം ഉറക്കെ തന്റെ വേദികളിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ ദീനിലേക്ക് അടുപ്പിക്കുകയും ആ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിനെ ശക്തമായ രീതിയിൽ എതിർക്കണം, പ്രതിരോധിക്കണമെന്ന് പഠിപ്പിച്ചു. അല്ലാതെ അക്രമം അഴിച്ചു വിട്ടതല്ല. ഇതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കിയത്, ആ ഗ്രന്ഥത്തിന് 50,000 കോപ്പി അധികം വിൽക്കും. കാരണം ഇപ്പൊ എല്ലാവർക്കും ആ ഗ്രന്ഥത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയായി. 50,000 കോപ്പി അധികം പോകേണ്ടി വരും. ആ നിലയിൽ ഒരു ബിസിനസിന്റെ ഒരു വഴിയായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായിരുന്നാലും കാലഘട്ടം വളരെ മോശമാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചോ. ഇനി ഈമാനില്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പേരുമതി. അതുകൊണ്ട് മുഅ്മിനായി, ഈമാനുള്ളവനായി മാറിക്കോ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ. സഹോദരങ്ങളെ, അള്ളാഹ് പറയുകയാണ്, 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമോ എന്നാൽ നിങ്ങൾക്ക് അബ്റാരിങ്ങളിൽ പെടാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് പടച്ചവൻ പറയുന്നു, യൂഫൂന ബിന്നദിരി, കടമകൾ നിർവഹിക്കുന്നവനാണ്, കടമകൾ പൂർത്തീകരിക്കുന്നവനാണ്, നേർച്ചകൾ പൂർത്തീകരിക്കുന്നവനാണ്, കടമ പൂർത്തീകരിക്കുന്നവനാണ്. ഭാര്യയോടൊരു കടമയുണ്ട്, ഭർത്താവിനോടൊരു കടമയുണ്ട്, മാതാപിതാക്കളോട് കടമയുണ്ട്, മക്കളോട് കടമയുണ്ട്, അയൽവാസിയോട് കടമയുണ്ട്, ശിഷ്യന്മാരോട് കടമയുണ്ട്, ഉസ്താദുമാരോട് കടമയുണ്ട്, തന്നെ കേൾക്കുന്നവരോട് കടമയുണ്ട്, തന്നെ ക്ഷണിച്ചവരോട് കടമയുണ്ട്. ഈ കടമകൾ പാലിക്കുന്നവനാണ് വിശ്വാസി, അവനാണ് യൂഫൂന ബിന്നദിരി. അല്ലാഹ് പറയുന്ന കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നവനാണ്. ആ കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നവനാണ്. അള്ളാഹുവിന്റെ വലിയാകാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്. നമ്മൾ മനസ്സിലാക്കി എന്താണ്? പെണ്ണും കെട്ടി വീട്ടിലാക്കിയിട്ട് ഒരു വലിയ പച്ചപ്പട്ടുമൊക്കെ എടുത്തിട്ട്, വലിയ തസ്ബിയൊക്കെ എടുത്ത് പിടിച്ച്, അറാക്കിന്റെ ഒരു ചെറിയ കഷ്ണമൊക്കെ എടുത്ത്, ഒരു തൊപ്പിയൊക്കെ വെച്ച് നേരെ മലയിലോട്ട് കയറി പിന്നെ അവിടെ അങ്ങിരിക്കണം. ഭാര്യയും വേണ്ട, മക്കളും വേണ്ട. അതാണോ?
ഇന്നലി സൗജിക്കാലേക്ക് ഹക്ക, നിന്റെ ഭാര്യയോട് നിനക്കൊരു കടപ്പാടുണ്ട്. ഇന്നലി ഐനിക്കാലേക്ക് ഹക്ക, ഉറങ്ങാതെ കണ്ണും തുറന്നിരുന്ന് പടച്ചോനെ ദിക്ർ ചെല്ലാൻ അല്ല പറയുന്നില്ല. ഇന്നലി ഐനിക്കാലേക്ക് ഹക്ക, നിന്റെ കണ്ണുകളോട് നിനക്ക് ബാധ്യതയുണ്ട്. ഇന്നലി ജസദിക്കാലേക്ക് ഹക്ക, ഞാൻ ഇനി ഒരിക്കലും ഉറങ്ങില്ല, നിന്നുകൊണ്ട് നിസ്കാരം തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ആരും അങ്ങനെയൊന്നും ശരീരത്തെ ഇടങ്ങേറാക്കണ്ട. കാരണം ഇന്നലി ജസദിക്കാലേക്ക് ഹക്ക, നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇന്നലി സൗരിക്കാലേക്ക് ഹക്ക. ചില ശൈഖന്മാരുടെ കാര്യം പറയുന്നത് അദ്ദേഹത്തിനെ കാണാൻ കിട്ടൂല. അദ്ദേഹത്തിനെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സൗഭാഗ്യമാണ്. അദ്ദേഹം അങ്ങനെ ജനങ്ങളുടെ മുമ്പിലൊന്നും വരൂല. ജനങ്ങളുടെ മുമ്പിൽ വരില്ലെങ്കിൽ പാറയുടെ കയറിയിരിക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താണ്? ഇന്നലി സൗരിക്കാലേക്ക് ഹക്ക, നിന്റെ വിസിറ്റേഴ്സിനോട് നിനക്കൊരു ബാധ്യതയുണ്ട്. ആ വിസിറ്റേഴ്സ് തന്നെ കാണാൻ വരുന്നവരെ മനോഹരമായ നിലയിൽ സൽക്കരിച്ചാൽ മാത്രമേ നിനക്ക് ആരാകാൻ പറ്റൂ? അബ്റാറാകാൻ പറ്റൂ. അബ്റാറായാലേ വലിയാകാൻ പറ്റൂ. ഒന്നാമത്തെ കടമ തന്നെ അല്ല പറഞ്ഞത് യൂഫൂന ബിന്നദ്രി, കടപ്പാടുകൾ പൂർത്തീകരിക്കണം ഒന്നാണ്, കടമ നിർവഹിക്കണമെന്നാണ്. നബി തങ്ങൾ ആരെങ്കിലും മുസാഫഹത്ത് ചെയ്താൽ നമ്മളിപ്പോ ബറക്കത്ത് കൊടുത്ത് തേച്ചോണ്ട് പോവാൻ, കാരണം സമയമില്ല. നമ്മൾ വലിയ ആളുകളായപ്പോ കയ്യിൽ പിടിക്കുന്ന ആളുകളെ കയ്യിൽ ഇങ്ങനെ തേച്ച് ബറക്കത്ത് കൊടുത്തോണ്ട് പോവാൻ. അഷ്റഫുൽ ഖൽക്കിന്റെ കയ്യിൽ ആരെങ്കിലും പിടിച്ച ആള് വിടുന്നത് വരെ റസൂലുള്ളാഹി കൈവിടില്ലായിരുന്നു. നബിതങ്ങളെ പറ്റി പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നബിതങ്ങളുടെ ശൈലി അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിടിച്ച ആള് കൈവിടുന്നത് വരെ വിടില്ല. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ കടമകൾ പൂർത്തീകരിക്കുന്നവരാണ്. യൂഫൂന ബിന്നദർ, കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നവരാണ്. ആളുകളോട് നമുക്കൊരു ബാധ്യതയുണ്ട്. പടച്ചവരോടുള്ള ബാധ്യതകൾ ഒരുപക്ഷെ വീഴ്ച വന്നു പോയാലും, ഇബാദത്തില് വീഴ്ച വന്നു പോയാലും, നമസ്കാരത്തില് കുറവ് വന്നു പോയാലും, നോമ്പില് വീഴ്ച വന്നു പോയാലും പടച്ചവനോട് കരളൊരുക്കി ദുആ ചെയ്താ പടച്ചോ മാപ്പ് തരും. പക്ഷേ പടപ്പുകളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാത്തവന് പടച്ചോ മാപ്പ് കൊടുക്കില്ല. അതുകൊണ്ടല്ലേ നബി തങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയാണ്, അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാ? അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്തിനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ തിരിച്ചു ചോദിച്ചു, നബി, അതിന് കഴിഞ്ഞില്ലെങ്കിലോ? അടുത്ത ഇബാദത്ത് പറഞ്ഞു കൊടുത്തു. അതിന് സാധിച്ചില്ലെങ്കിലോ? മൂന്നാമത് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? നീ ജനങ്ങൾക്ക് ഇടങ്ങേറാക്കാതിരിക്കുന്നതും ഇബാദത്താണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വേണ്ട, ആരെയും ഉപദ്രവിക്കാതെ മര്യാദക്കിരിക്കോ, അതും ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സയ്യിദന്മാരുടെ പള്ളിയാണ്. നോട്ടീസിലുള്ളത് തന്നെ അങ്ങനെയാണ്. തങ്ങളുടെ തയ്ക്കാവും, തങ്ങളുടെ തയ്ക്കാവാണ്. അപ്പൊ അതുകൊണ്ട് സ്വലാത്തിന് യാതൊരു കുറവും വരുത്തണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും ചെയ്യാതെ ആർക്കും ഒരു ഉപകാരവും ചെയ്യണ്ട, ആർക്കും ഉപദ്രവിക്കാതിരുന്നാൽ മതി. അത് ഇബാദത്താണെന്ന് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നേർച്ചകൾ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാൽ കടമകൾ, ബാധ്യതകൾ സമ്പൂർണമായി പാലിക്കും. രണ്ടാമത് അല്ലാഹ് പറയുന്നു, രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു ദിവസത്തെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് കാന ശർറുഹു മുസ്തതീറാ, അന്ന് വിപത്തുകൾ ഇങ്ങനെ പറന്നു നടക്കുമെന്നാണ്. മുസ്തതീറാ, ഇങ്ങനെ ചിറക് വിടർത്തിയിട്ട് പറന്നു നടക്കുമെന്നാണ്. ആ ദിവസം ഏതാണ്? അത് ഈ കാലഘട്ടമല്ല. ശർറ് പറന്നു നടക്കുന്ന, വിപത്ത് പറന്നു നടക്കുന്ന, ഫിത്ന പറന്നു നടക്കുന്ന കാലം ഇതല്ല. അതേതാണ്? യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. ആഖിറത്തെ പറ്റിയാണ് പടച്ചവനെ പരിചയപ്പെടുത്തുന്നത്. അന്നത്തെ വിപത്ത് വല്ലാത്ത വിപത്താ, അന്നത്തെ പ്രയാസം വല്ലാത്ത പ്രയാസമാ, അന്നത്തെ നാശം
വല്ലാത്ത നാശമാണ്. ആ നാശത്തെ നിങ്ങൾ പേടിക്കലാണ്. ചോദിക്കട്ടെ ചാത്തിനാങ്കുളത്തുകാരാ, ആഖിറത്തെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയോ? ഞാൻ 1000 വട്ടം പറയാ, എന്നെ കേൾക്കുന്ന തക്കാവില് ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ, ഈ അനുഗ്രഹീതമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എന്നെ കേൾക്കുന്ന ഒരു പുരുഷന്മാർക്കും ആഖിറത്തെ പറ്റി അറിയില്ല. എന്നെ കേൾക്കുന്ന സഹോദരിമാർക്കും അറിയില്ല. ഈ വേദിയിരിക്കുന്ന ഉസ്താദുമാർക്കും അറിയില്ല. ഈ പറയുന്ന എനിക്കും അറിയില്ല. കാരണം എന്റെ വാക്കല്ല, മുത്തുനബി പഠിപ്പിച്ചതെന്തെന്നറിയോ? ലൗ യഅലമിൽ മർഉ മാ യഅതീഹി ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള പരലോകത്തിന്റെ ഘട്ടത്തെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ, മാ അകല അഖിലതൻ വലാ ശരിബ ശർബതൻ ഇല്ലാ വഹുവ യദ്രിബു അലാ സദ്രിഹി വയബ്കി. അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആരെങ്കിലും ഒരാൾ മരണശേഷമുള്ള ജീവിതത്തെ പറ്റി എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ, വാപ്പ മരിച്ച മക്കളെ, ഭർത്താവ് മരിച്ച ഭാര്യ, ഭാര്യ മരിച്ച ഭർത്താവേ, മരണപ്പെട്ടു പോയ വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയ മക്കളോട് ചോദിക്കുകയാ, അവരുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ? മരിച്ചതിന് ശേഷം എന്താ ഖബറിൽ നടക്കുന്നത്? അവിടെ നിന്ന് സിറാത്തിൽ എന്താണ്? അവിടെ നിന്നും മഹ്ശറയിൽ എന്താണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഹബീബായ മുസ്തഫായ നബി പറയുകയാണ്, അവരൊരുള്ള ഭക്ഷണം കഴിക്കില്ല, വലാ ശരിബ ശർബ, ഒരു കവള വെള്ളം കുടിക്കില്ല, ഇല്ലാ വഹുവ യബ്കി വയദ്രിബു അലാ സദ്രിഹി, നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടല്ലാതെ കുടിക്കാനും തിന്നാനും അവർക്ക് കഴിയില്ലെന്ന് ഇന്നേവരെ കളവ് പറയാത്ത മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു, വൈകുന്നേരം ചായ കുടിച്ചു, ഞാൻ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? മരണശേഷം എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ച്, ഒരുപക്ഷെ രാത്രിയിലെ ഭക്ഷണം കഴിച്ച്, ഡിന്നർ കഴിച്ചുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്നവരാകാം. പക്ഷേ നിങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചപ്പോ കരഞ്ഞില്ലല്ലോ. എന്താ കരയാത്തത്? എന്താ കരയാത്തത്? ഈ വേദിയിരിക്കുന്ന ഉസ്താദുമാര് കരഞ്ഞിട്ടില്ല. അവരും ഭക്ഷണം കഴിച്ചു വന്നു. എന്തുകൊണ്ടാണ് കരയാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? പരലോകത്തെ പറ്റി നമുക്ക് അറിയാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പരലോകത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ, ആ അറിയിപ്പ് നമുക്ക് അല്ലാഹു തരുമ്പോ, പടച്ചതമ്പുരാന്റെ അള്ളാന്റെ ഹബീബിന്റെ നാവിലൂടെ ലോകത്ത് പഠിപ്പിക്കുമ്പോ, അത് അറിയേണ്ട വിധം നമ്മൾ പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നുവെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കില്ല, ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിക്കില്ല, ജനപാനം നടത്തില്ല, ഒരു കവള് ഭക്ഷണം നമ്മൾ കഴിക്കില്ല. കരഞ്ഞിട്ടും നെഞ്ചത്തടിച്ചിട്ടും അല്ലാതെ കഴിക്കാനും കുടിക്കാനും കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ദിവസത്തെയാണ് പേടിക്കേണ്ടത്. യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, ഇങ്ങനെ ശർറ് പറന്ന് നടക്കുന്ന ദിവസത്തെ പേടിക്കലാണ്. വിശദീകരിക്കുന്നില്ല. മൂന്നാമതായിട്ട് ഖുർആൻ പറയുന്നു, മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ആഖിറത്തെ പറ്റി ഭയമാണ് രണ്ടാമത്തേത്. ഒന്ന് ഇബാദത്തുകൾ, അഥവാ പൂർണ്ണമായി നമ്മൾ ചെയ്യുന്ന കടമകൾ. ഇനി മൂന്നാമത് അല്ലാഹു പറയുന്നത്, വയുതഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവര് സ്വന്തമായി കഴിച്ചിട്ട് മറ്റുള്ളവരെ പരിഗണിക്കാത്തവരൊന്നും അല്ല. ഔസുൽ അഅ്ലമിന്റെ ഒരു വാക്ക് മാത്രം മതി നമുക്കത് മനസ്സിലാക്കാൻ. ഔസുൽ അഅ്ലം എന്താ പറഞ്ഞത്? ഫതഷ്തുൽ അഅമാല കുല്ലഹ, ഇസ്ലാമിന്റെ കർമ്മ അനുഷ്ഠാനങ്ങളെ മുഴുവനും ഞാൻ തലനാരിഴ പരിശോധന നടത്തിയപ്പോൾ, ഫമാ വജത്തു അഫ്ളല മിൻ ഇത്ആമി തആം, ഭക്ഷണം കൊടുക്കുന്നതിനോളം പുണ്യമുള്ള അമല് ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഞാൻ മനസ്സിലാക്കിയത് ഭക്ഷണം നൽകലാണ്. ഭക്ഷണം കൊടുക്കണം. ആർക്ക്? ആർക്ക്? ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ. ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. വലിയ പണക്കാരുടെ കല്യാണം വിളിക്കുന്ന ആരെയാണ്? സമ്പന്നന്മാരുടെ കല്യാണം വിളിക്കുന്നത് ആരെയാണ്? ഒരു ജില്ലയില്, ഞാൻ ആ ജില്ല പറയുന്നില്ല തൽക്കാലം, ലൈവ് ഉള്ളത് കൊണ്ടാണ്, പേടിച്ചിട്ടല്ല, ആവശ്യമില്ലാത്തത് കൊണ്ട്. ആ ജില്ലയിൽ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തത് ഒരു MLA ആണ്. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്, ഈ നാട്ടിലെ ഒരു പ്രമുഖനായ വ്യവസായി എന്നെ കല്യാണം വിളിച്ചു.
കല്യാണം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അന്ന് സഭയുള്ള ദിവസമാണ്, വരാൻ പറ്റൂല. അപ്പൊ അദ്ദേഹം പറഞ്ഞു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ വീട്ടിന്റെ മുമ്പിൽ ആ നൈം ബോർഡുള്ള വണ്ടി ഒന്നിട്ടേക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മോളെ കല്യാണത്തിന് മന്ത്രിമാരുടെ വണ്ടി, MLA-മാരുടെ വണ്ടി, അതിങ്ങനെ വീട്ടുമുറ്റത്ത് കിടക്കുന്നത് വലിയ ആഗ്രഹമാണ്. വിശക്കുന്നവനെ കല്യാണത്തിന് വിളിക്കൂല, വയറ് നിറഞ്ഞവനെ മാത്രം കളിക്കുന്ന കല്യാണമാണ് ഇന്നത്തെ കല്യാണങ്ങൾ. ആർക്കും വേണ്ടാത്തൊരു സമൂഹമാണ് പാവപ്പെട്ടവൻ. അവരാരും കല്യാണത്തിനും വിളിക്കില്ല, അവർക്ക് ഭക്ഷണവും കൊടുക്കില്ല. വിളിക്കുന്നത് ആരെയാണ്? നല്ല പളപളപ്പുള്ള. ഇതിനെ നല്ല ബുദ്ധിജീവികൾ പരിചയപ്പെടുത്തുന്ന എങ്ങനെയാണെന്നറിയോ? പൊരിക്കാത്ത പപ്പടവും പൊരിച്ച പപ്പടത്തോടാണ്. ഈ പാവപ്പെട്ടവൻ പൈസയൊന്നും ഇല്ലാത്തവൻ പൊരിക്കാത്ത പപ്പടം പോലെയാണ്. പൊടിയും പിടിച്ച് എടുത്തിട്ട് അവിടെ കിടക്കും, അപ്പുറത്തെടുത്തിട്ട് അവിടെ കിടക്കും, അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കിടക്കും. അതാണ് പൊരിക്കാത്ത പപ്പടം, അല്ലേ? പൊടിയും പിടിച്ച് ഒരു കാണാൻ രസവും ഇല്ല, ഒന്നുമില്ല. പൊരിച്ച പപ്പടമാണെങ്കിലോ നല്ല ഗോൾഡൻ കളർ, തൊട്ടാൽ പൊളപൊള ശബ്ദം, കാണാൻ എന്ത് മൊഞ്ചാണ്, എടുത്തു വെച്ചാൽ എന്തൊരു ഗമയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പൊരിക്കാത്ത പപ്പടം 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നെടുത്ത് താഴെ എറിഞ്ഞാലും അതിന് ഒരു ദോഷം ഉണ്ടാവില്ല, അങ്ങനെ തന്നെ നിലത്ത് കിടക്കും. പക്ഷേ 1 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും എടുത്തെറിയണ്ട, ഇരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് ചോറിന്റെ മുകളിൽ ഇരിക്കുന്ന പപ്പടം അറിയാതെ കയ്യൊന്ന് തട്ടി ആ തീൻമേശയിലൊന്ന് വീണാ മതി, പപ്പടം 10 കഷ്ണാവും, അല്ലേ? പൊരിച്ച പപ്പടം. നാശം എപ്പോഴും പണക്കാരനാ. പാവപ്പെട്ടവന് കോവിഡ് വന്നാലും പ്രശ്നമല്ല, എന്ത് വന്നാലും അവന് പ്രശ്നമല്ല. കാര്യം എന്താ? അവനിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. വിശക്കുന്നവനെ മാറ്റി നിർത്തുകയാണ്. വയറ് നിറഞ്ഞവനെ മാത്രം വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന കല്യാണങ്ങളായി സൽക്കാരങ്ങളായി മാറുന്നു. അതിൽ കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹ് പറയുകയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് ആർക്കാണ്? ആദ്യമേ അല്ലാഹ് പറഞ്ഞത് നിനക്ക് വയറ് നിറഞ്ഞിട്ട് ബാക്കി കൊടുക്കുന്നതല്ല. വലിയ മുതലാളിമാരുടെ കല്യാണത്തിന് ചോറ് ചെമ്പ് ബിരിയാണികൾ വെക്കാറുണ്ട്. അതിൽ 2 or 3 ചെമ്പ് ബിരിയാണി മിച്ചം വന്നാ അത് പാവപ്പെട്ട നാട്ടുകാർക്ക് കൊടുക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പിൽ കഴിയുന്നവർക്ക് കൊടുക്കൂ, അതുമല്ലെങ്കിൽ പള്ളിയിലെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കൂ. എടോ സമ്പന്ന, ആദ്യം നീ കൊടുക്കേണ്ടത് ഈ പാവങ്ങൾക്കല്ലേ. അവരല്ലേ വിശന്ന് കഴിയുന്നത്, അവരല്ലേ പട്ടിണി കിടക്കുന്നത്. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്. എല്ലാവർക്കും കൊടുത്തിട്ട് ബാലൻസ് വരുന്നത് കൊടുത്താ പോരാ. അല്ലാഹ് പറയുന്നു യുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി, കഴിക്കാൻ നീ ആഗ്രഹിച്ചിരിക്കുമ്പോ കൊടുക്കണം, അതിനാണ് കൂലിയുള്ളത്. നിനക്ക് മോഹം വരുന്ന സമയത്ത് നീ കൊടുക്കണം. നട്ടുച്ച നേരത്തെ വിശന്നിട്ടിയ വയറുമായിട്ട് വന്നപ്പോ ഒരു പ്ലേറ്റ് ആഹാരം നിന്റെ മുന്നിലെത്തി. ആ സമയത്ത് നിനക്ക് മറ്റുള്ളവനെ വിശക്കുന്നു എന്ന ബോധം വരുമ്പോ അവന് കൊടുക്കാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടോ? ആ മനസ്സുണ്ടെങ്കിൽ നീ അള്ളാന്റെ വിലായത്തിന്റെ പദവി എത്തിച്ചേരുന്നവനാണ്, അള്ളാഹുവിന്റെ അബ്റാരിങ്ങളിൽ പെടുന്നവനാണ്. അല്ലാത്ത പക്ഷം നിനക്ക് അബ്റാരിങ്ങളിൽ പെടാൻ സാധ്യമല്ല.